ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. Quantum computers are a revolutionary type of computer that has the principles of quantum mechanics to perform computation. Computations ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓർഡിനറി കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദേ യൂസ് ക്യൂബിറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബിറ്റ്സ്. നമുക്കറിയാം ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൽ ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ക്യൂബിറ്റ്സ് ആണുള്ളത്. ടു സ്റ്റോർ ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ, എനബിളിംഗ് ദം ടു ടാക്കിൾ പ്രോബ്ലംസ് ദാറ്റ് ആർ ഇൻട്രാക്റ്റബിൾ ഫോർ ഈവൻ മോസ്റ്റ് പവർഫുൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് പോലും സോൾവ് ചെയ്യാൻ പറ്റുന്നവയാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. Quantum computers leverage phenomena like superposition, entanglement to achieve exponential speedups in certain calculations. അപ്പോൾ ഈ കാൽക്കുലേഷൻസിൽ സ്പീഡ് വരാനുള്ള ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവ സൂപ്പർപൊസിഷൻ, ക്യൂബിറ്റ്സിൻ്റെ സൂപ്പർപൊസിഷൻ, എൻറ്റാങ്കിൾമെൻറ്റ് പോലുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പോണൻഷ്യൽ സ്പീഡപ്പ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ കൊണ്ടുവരുന്നത്. കൺവെൻഷണൽ കമ്പ്യൂട്ടേഴ്സിൽ നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോൺസ് യൂസ് ചെയ്തുള്ള ബൈനറി സ്റ്റേറ്റുകളാണ് യൂസ് ചെയ്യുക. 0 അല്ലെങ്കിൽ 1 അങ്ങനെ 2 സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ ബൈറ്റ്സിൻ്റെ കേസിൽ. ബട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് യൂസസ് ക്വാണ്ടം ബിറ്റ്സ് ഓർ ക്യൂബിറ്റ്സ്. ഡാറ്റ ക്യൂബിറ്റ്സ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ സൂപ്പർ പൊസിഷൻസ് ഓഫ് സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ സ്റ്റേറ്റ്സ് അലോയിങ് ദം ടു റെപ്രസെൻറ്റ് all numbers between 0 and 255 simultaneously. അപ്പോൾ ഓർഡിനറി കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ സ്പിൻ അപ്പ് ആൻഡ് സ്പിൻ ഡൗൺ ഈ 2 സ്പിൻ സ്റ്റേറ്റുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളവയാണ് ഓർഡിനറി കമ്പ്യൂട്ടേഴ്സ്. 0 or 1 ആയിരിക്കും അവയിലെ ബൈനറി സ്റ്റേറ്റുകൾ. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ ഇങ്ങനെയല്ല, ഇവയുടെ ഒരു കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദിസ് അലോസ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ടു പെർഫോം മെനി കാൽക്കുലേഷൻസ് ഇൻ പാരലൽ. ഒരുപാട് കാൽക്കുലേഷൻസ് പാരലായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. സോ ക്യൂബിറ്റ്സ് അണ്ടർ ക്ലാസിക്കൽ ബിറ്റ്സ് which can be either 0 or 1, qubits can exist in superposition of both states simultaneously, allowing them to represent a range of possibilities at once. അപ്പോൾ ഈ പറഞ്ഞതുപോലെ സ്പിൻ അപ്പ് ഓർ സ്പിൻ ഡൗൺ 2 സ്റ്റേറ്റ്സിന് പകരം ഇവയുടെ ഒരു സൂപ്പർ പൊസിഷൻ ആയിട്ടുള്ള പല സ്റ്റേറ്റ്സുകൾ ക്യൂബിറ്റ്സിന് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഇവയ്ക്ക് ആ ഒരു സ്പീഡപ്പിന് ഒരു പ്രധാന കാരണം. ഓക്കെ, ദെൻ സൂപ്പർ പൊസിഷൻ ക്യൂബിറ്റ് ക്യാൻ ബി ഇൻ എ മിക്സ് ഓഫ് ബോത്ത് 0 and 1 അണ്ടിൽ മെഷേർഡ്. അപ്പോൾ സാധാരണ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസ്, ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ കേസിൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ സ്പിൻ അപ്പ് ഓർ സ്പിൻ ഡൗൺ സ്റ്റേറ്റ് എന്നതിനുള്ളതിന് പകരം സ്പിൻ അപ്പിൻ്റെയും സ്പിൻ ഡൗണിൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കൂടി ക്യൂബിറ്റിൻ്റെ കേസിലുണ്ട്. ഈ രീതിയിൽ 0ഉം 1ഉം മിക്സ് ചെയ്യാൻ പറ്റും. Then entanglement. States of 2 or more qubits can be linked together in such a way that they are influenced by each other even if they are physically separated. അപ്പോൾ ഈ സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെൻറ്റ് 2 പ്രോപ്പർട്ടീസ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ മെയിനായിട്ട് യൂസ് ചെയ്യുക. സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ആ 2 പ്രോപ്പർട്ടീസിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. എൻറ്റാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് 2 അതിലധികമോ ക്യൂബിറ്റ്സിൻ്റെ കേസിൽ പരസ്പരം അവ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഫിസിക്കലി അവ തമ്മിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും ഈ ക്യൂബിറ്റ്സ് തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എൻറ്റാങ്കിൾമെൻറ്റ് എന്ന പ്രോപ്പർട്ടി കൊണ്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ക്വാണ്ടം അൽഗോരിതംസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്വാണ്ടം ഫിനോമിന ടു സോൾവ് പ്രോബ്ലംസ് ഫാസ്റ്റർ. ദെൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് specialized hardware to manipulate qubits and perform computations based on quantum algorithms. They can explore multiple solutions to problems simultaneously, which can significantly speed up certain types of calculations. ഒരു സൈമൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു വലിയ ഗുണം ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ദെൻ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, മെറ്റൽസ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ്, ടോപ്പോളജിക്കൽ മെറ്റീരിയൽസ് ഒക്കെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അലുമിനിയം, നിയോബിയം ആൻഡ് ടൈറ്റാനിയം നൈട്രൈഡ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് സൂപ്പർ കണ്ടക്ടിങ് ക്യൂബിറ്റ്സ്. Then silicon and other semiconductor materials are used in qubits based on electron or nuclear spin. ഒന്നെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പിൻ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്പിൻ സ്റ്റേറ്റുകളാണ് യൂസ് ചെയ്യാറുള്ളത്. അവ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ മെറ്റീരിയൽസ്. ഈ സിലിക്കൺ ആൻഡ് അതർ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. അവ ബേസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്പിന്നിൻ്റെ സ്റ്റേറ്റുകളെയാണ്. Then quantum dot materials like indium arsenide and gallium arsenide are used to produce
photons. Photons are used as qubits in quantum communication. Quantum communication le qubits ആയിട്ട് യൂസ് ചെയ്യുന്നത് photons ആണ്. Photons എന്താണെന്ന് നമുക്കറിയാം, പാക്കറ്റ്സ് ഓഫ് എനർജി ആണ്. സോ അത് യൂസ് ചെയ്താണ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻസിലെ qubits ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then spintronics. Spintronics or spin electronics exploit the spin of electron in addition to charge for data storage, processing and communication in solid devices. ഇപ്പോൾ ഡേറ്റ സ്റ്റോറേജിന് പ്രോസസ്സിങ്ങിന് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രോണിൻ്റെ ചാർജിനോടൊപ്പം തന്നെ ഇലക്ട്രോണിൻ്റെ സ്പിൻ സ്റ്റേറ്റ്സ് കൂടി യൂസ് ചെയ്യുന്നതാണ് സ്പിൻട്രോണിക്സ് അല്ലെങ്കിൽ സ്പിൻ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. Spin orientation lasts longer charge based information, making them suitable for memory storage, magnetic sensor, quantum computing. ഇതിലൊക്കെ ഈ സ്പിൻ ഓറിയന്റേഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Then spintronics make use of magneto-resistive effects for sensing and storing information. Information സ്റ്റോർ ചെയ്യാനും സെൻസ് ചെയ്യാനും മാഗ്നെറ്റോ-റെസിസ്റ്റീവ് എഫക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് സ്പിൻട്രോണിക്സ് വഴിയാണ് സാധ്യമാവുന്നത്. ദെൻ സ്പിൻട്രോണിക്സ്, ടൈപ്സ് ഓഫ് സ്പിൻട്രോണിക്സ് മെറ്റൽ ബേസ്ഡ് ഉണ്ട്, മെറ്റാലിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ സെമി കണ്ടക്ടർ ബേസ്ഡ് ഉണ്ട്, മാംഗനീസ്, കൊബാൾട്ട്, അയൺ പോലുള്ള സെമി കണ്ടക്ടർ സ്പിൻട്രോണിക്സ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ ഗ്രാഫീൻ ബേസ്ഡ് ആയിട്ടുണ്ട് സ്പിൻട്രോണിക്സ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദെൻ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഡ്രഗ് ഡിസ്കവറി, പുതിയ ഡ്രഗുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് സാധിക്കാത്ത കാര്യങ്ങൾ പോലും ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽ സയൻസിൽ, ഫിനാൻഷ്യൽ മോഡലിംഗ്, ക്രിപ്റ്റോഗ്രഫി, മെഷീൻ ലേണിങ്ങിലൊക്കെ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ എൻക്രിപ്ഷൻ അൽഗോരിതംസ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അത് ഒരു തരത്തിൽ ഗുണമാണ്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഡേറ്റാസിൻ്റെ ഒക്കെ എൻക്രിപ്ഷൻ നമ്മുടെ പുതിയ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ കാര്യത്തിൽ വളരെയധികം ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഡേറ്റാസ് ചിലപ്പോഴെങ്കിലുമൊക്കെ ഡേറ്റ എൻക്രിപ്ഷനൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടന്ന് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൊക്കെ പ്രശ്നം സൃഷ്ടിക്കാനും ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കാരണമാവാം. ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള സ്റ്റഡീസൊക്കെ നടന്നു കഴിഞ്ഞ് മാത്രമേ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആവുള്ളൂ. ദെൻ ചലഞ്ചസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് സ്കെയിലബിലിറ്റി. അപ്പോൾ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല, അല്ലെങ്കിൽ എല്ലാ വീടുകളിലും വയ്ക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപാട് സ്റ്റഡീസ്, സയൻറ്റിഫിക് സ്റ്റഡീസിനൊക്കെ ശേഷമാണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ദെൻ എറർ കറക്ഷൻ, എറേഴ്സ് ഉണ്ടാവാനുള്ള കാരണമാവും. അപ്പോൾ അഡ്വാൻസ്ഡ് എറർ കറക്ഷൻ ടെക്നിക്കുകൾ കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഡെവലപ്പിംഗ് ക്വാണ്ടം അൽഗോരിതംസ് ദാറ്റ് ക്യാൻ എഫക്റ്റീവ്ലി സോൾവ് സ്പെസിഫിക് പ്രോബ്ലംസ് റിക്വയർസ് സിഗ്നിഫിക്കൻറ്റ് എക്സ്പെർട്ടൈസ്. ഇക്കാര്യത്തിലൊക്കെ സിഗ്നിഫിക്കൻറ്റ് എക്സ്പെർട്ടൈസ് വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ചലഞ്ചസ്. പിന്നെ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഈ ഒരു എൻക്രിപ്ഷൻ, നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഡേറ്റ എടുത്ത് അതിൻ്റെ എൻക്രിപ്ഷൻ, നമ്മുടെ ഡേറ്റാസിൽ നിന്ന് ഡീകോഡിങ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ചിലപ്പോൾ എളുപ്പമാക്കും. അത്തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവാം. എങ്കിലും ഡെവലപ്മെൻറ്റിനും ഈ ഒരു സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് വിതിൻ സെക്കൻഡ്സ് സോൾവ് ചെയ്യാൻ പറ്റും. പാരലലായിട്ട് പല കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും. ഇതൊക്കെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ അത് സയൻസിൽ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾക്കൊക്കെ ഡ്രഗ്സ് കണ്ടുപിടിക്കാനും അതുപോലെയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനും ഒക്കെ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യാൻ പറ്റും.